കോഴിക്കോട്ട് അങ്ങാടിയിൽ ആൾക്കാർ മൂത്രമൊഴിക്കുമ്പോൾ ഒഴുകിപ്പോയിരുന്ന സാധനം ചൂലുകൊണ്ട് അടിച്ചടിഞ്ഞിരുന്നൊരു കൃഷ്ണൻകുട്ടിയേട്ടെന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. ഈ CH മുഹമ്മദ് പോയ ഏതെങ്കിലും പരിപാടികളൊക്കെ കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിൽ എത്തിയാൽ നേരെ ഇയാളെടുത്ത് വന്നിട്ട് ഒരു കൃഷ്ണൻകുട്ടിയേട്ട് ഇവിടെ വരികയെന്ന് പറഞ്ഞു. ഇയാൾ വരും, 2 ചായ വാങ്ങിച്ചുകൊണ്ടിരുന്നു. ഈ 2 ചായ വാങ്ങിച്ചു തന്നാൽ ഇയാളും CH മുഹമ്മദ് പോയും ഈ ചായ കുടിച്ച് ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുക. അന്ന് ബസ്സിലാണല്ലോ വരെ, കാറൊന്നുമില്ലല്ലോ. ഇത് ചായ കൊണ്ടുവന്നിട്ട് ഇയാൾക്ക് 10 പൈസ കൊടുക്കും. ഒരു ദിവസം ഇയാൾ അവിടെ വന്നിറങ്ങുമ്പോൾ ഇയാൾ കഷ്ടപ്പെട്ടിട്ട് ഈ വൃത്തിയിട്ട പണിയല്ലേ, തോട്ടിപ്പണി, മലമൂത്ര വിസർജ്യം ഇങ്ങനെ അടിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, പിന്നെ കൃഷ്ണൻകുട്ടിയേട്ടൻ ഇങ്ങനെ ചോദിക്കുന്നു, ഇവിടെ വരി. കോളിൽ കൈയിട്ടിട്ട് പറഞ്ഞു, കൃഷ്ണൻകുട്ടി നീ മുതൽ ഈ ജോലി ചെയ്യണ്ട, ഞാനൊരു ജോലി തരട്ടെന്ന് ചോദിച്ചു. ഇതിന് എത്ര പൈസ ഇട്ട് മാസം? 5 രൂപ മാസം കിട്ടുന്നു. എനിക്ക് ഞാൻ നാളെ മുതൽ 15 ചന്ദ്രിക പത്രം കൊണ്ടുവന്ന് തരും. ആ പത്രം ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ വിറ്റാൽ മതി, കിട്ടുന്ന പൈസ മുഴുവൻ നിങ്ങൾ എടുത്തോളിന്ന് പറഞ്ഞു. 2.5 രൂപ കിട്ടും ഒരു ദിവസം. അപ്പോൾ ഇയാൾക്ക് വലിയ സന്തോഷമായി. അപ്പോൾ ഇയാളിങ്ങനെ പത്രം വായിക്കും. CH മുനിസിപ്പൽ കൗൺസിലർ ആയത്, CH MLA ആയത്, CH വിദ്യാഭ്യാസ മന്ത്രി ആയിട്ട് അറിഞ്ഞിട്ട് ഇയാൾ വീട്ടിൽ അമ്മ മാധവടത്തി എന്ന് പറയും, അമ്മയോട് പറഞ്ഞിട്ട് ഇങ്ങനെ വീട് ചുറ്റും ഓടിയായിരുന്നു അത്ര സന്തോഷം കൊണ്ട്, അത് പത്രത്തിൽ വായിച്ചിട്ട്. അപ്പോൾ ഇയാൾ കരുതി മന്ത്രി കഴിഞ്ഞിന്നൊക്കെ മറന്നുണ്ടാവുന്നു. പിറ്റേ ആഴ്ച ഉണ്ട് ഇയാളെ വീട്ടിൽ പോലീസ് വന്നു. ഇയാൾ പിറകിലൂടെ ഇറങ്ങി ഓടിയെന്ന് പറഞ്ഞു. അമ്മയോട് പറഞ്ഞു, അവന് വിളിച്ചോണ്ടിരുന്നു പറഞ്ഞു. ഒരു കവർ കൊടുത്തു. ആ കവർ ഒരു ട്രൗസറും കുപ്പായോ, എന്താ പറയുക, ഇത് കോയാക്ക തന്നതാണ്, മന്ത്രി തന്നയച്ചതാണ് കൃഷ്ണൻകുട്ടിക്ക് ധരിക്കാൻ. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഓ സന്തോഷമായി. ഒരു കാര്യം കൂടി ഉണ്ട്, കൃഷ്ണൻകുട്ടി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നാളെ നിൽക്കണം, ഞങ്ങൾ നാളെ വരും, വന്നിട്ട് കൃഷ്ണൻകുട്ടിയെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പോൾ എവിടേക്കാണ്? ട്രെയിൻ കയറ്റി തരാൻ കൊണ്ടുപോകും. അയ്യോ ഞാൻ ഇതുവരെ ട്രെയിൻ കയറിയിട്ടില്ല എന്ന് പറഞ്ഞു. ട്രെയിൻ കയറിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ വരാം, ഞങ്ങൾ മന്ത്രി പറഞ്ഞയച്ചതാണ്. ട്രെയിൻ ടിക്കറ്റൊക്കെ കാണിച്ചു കൊടുത്തു. ഇയാൾ പിറ്റേന്ന് ഡ്രസ്സ് മാറ്റിയിരുന്നു, ട്രെയിനിൽ കയറ്റി തിരുവനന്തപുരത്ത് പോകും. ഇയാൾ ആദ്യമായി ട്രെയിൻ യാത്ര തമ്പാനൂർ, ഏറ്റവും അവസാനത്തിൽ ട്രെയിൻ എവിടെ നിർത്തുന്നു അവിടെ ഇറങ്ങിയാൽ മതി എന്നുള്ളതാണ്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ അയാൾ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഒരു കേരള സ്റ്റേറ്റ് എന്ന ഒരു അംബാസഡർ കാറ് കാത്തേക്ക്. ഇയാൾ പറഞ്ഞു, സാർ കയറുമെന്ന്. ഇയാൾ ആദ്യമായി കാറിൽ കയറുകയാണ്. ബസ് സ്റ്റാൻഡിൽ തോട്ടിപ്പണിയെടുത്ത മനുഷ്യൻ കാറിൽ കയറി തിരുവനന്തപുരം നഗരിയിലൂടെ ആ കാറ് കുതിച്ചു പായുമ്പോൾ അയാൾക്കൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിലേക്ക് ഓടിയെത്തി, എന്താണ് കോയാക്ക, എന്താണ് പ്രശ്നം എന്ന് വെച്ചു. ഇയാളൊരു ലെറ്റർ കൊടുത്തിട്ട് പറഞ്ഞു, കൃഷ്ണൻകുട്ടി ഇതിലൊന്ന് ഒപ്പിടുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, ആദ്യമായി CH മുഹമ്മദ് പോയ വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ പിയൂണിൻ്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ്. എവിടെ? കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ആളുകളുടെ മൂത്രച്ചലി അടിച്ചു വാരിയിരുന്ന തോട്ടിപ്പണിയെടുത്ത കൃഷ്ണൻകുട്ടി. കാലങ്ങൾ കഴിഞ്ഞു, ഇയാൾ തിരുവനന്തപുരത്ത് ഒരു ചന്ദ്രിക ഇടുന്നൊക്കെ വലിയൊരാളായി മാറി. CH മുഹമ്മദ് പോയി മരിച്ചുപോയി. മരിച്ചതിന് ശേഷം കൃഷ്ണൻകുട്ടി തിരുവനന്തപുരത്ത് നിന്ന് കല്യാണം കഴിച്ച് ഇയാൾക്കൊരു കുഞ്ഞ് ജനിച്ചു. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പേര് വിളിക്കണമെന്ന് അമ്മക്കൊരാഗ്രഹം, ഇയാളുടെ ഭാര്യയുടെ അമ്മക്ക്. ഇയാളുടെ അമ്മ കോഴിക്കോടാണ്. അമ്മ പറഞ്ഞു, ഗുരുവായൂർ വെച്ച് പേരിട്ടാൽ മതി ചോറൂണ് നടത്തിയത്. അപ്പോൾ ഇയാളുടെ അമ്മ പറഞ്ഞത് കേൾക്കാൻ വേണ്ടി ഭാര്യയെയും ഭാര്യയുടെ അമ്മയും കൂട്ടിയിട്ട് നേരെ കോഴിക്കോടെത്തി. കുളിച്ച് ഫ്രഷായി ഇവർ ഗുരുവായൂർക്ക് പുറപ്പെടുകയാണ് ചോറൂണിന് വേണ്ടി. ഗുരുവായൂർക്ക് പുലർച്ചെ പുറപ്പെട്ടു. നടക്കാവ് പള്ളി ഖബർസ്ഥാനിൻ്റെ മുമ്പിൽ കാറ് നിർത്താൻ പറഞ്ഞു. കാറ് നിർത്തിയപ്പോൾ ഇയാൾ ബാക്കിലേക്ക് തിരിഞ്ഞു ചോദിച്ചു, അമ്മേ ഞാനൊരു കാര്യം പറഞ്ഞ അമ്മ അംഗീകരിക്കുമോ എന്ന് ചോദിച്ചു. എന്താണ്? നമുക്ക് ഗുരുവായൂർ വെച്ച് ചോറൂണ് നടത്താം, പക്ഷേ നമ്മുടെ കുഞ്ഞിന് പേര് വിളിക്കേണ്ട സ്ഥലം ഈ പള്ളിപ്പറമ്പിലാണ്, എൻ്റെ കോയാക്ക് അവിടെയാണ് ഉറങ്ങുന്നത്. എന്നിട്ട് ആ കുട്ടിയെ വാങ്ങിച്ച് ഖബർസ്ഥാനിലേക്ക് നടന്നുപോയി അമ്മമാരുടെ കൂടെ. എന്നിട്ട് CH മുഹമ്മദ് കോയയുടെ ഖബറിൻ്റെ പുറത്ത് കുഞ്ഞിനെ കിടത്തിയിട്ട് പറഞ്ഞു, കോയാക്ക, നിങ്ങളുടെ കൃഷ്ണൻകുട്ടിക്ക് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, നിങ്ങളൊരു പേര് വിളിക്കുക. ആകെ അമ്മയും ഭാര്യയും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ വിളിക്കുന്നത് എനിക്ക് കേൾക്കൂലല്ലേ, അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഞാൻ ലാൽ എന്ന് വിളിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെടുത്ത് ഒന്നു വെച്ച് നടന്നറിഞ്ഞ കൃഷ്ണൻകുട്ടിയും CHൻ്റെ ചരിത്രത്തിലുണ്ട്. അഭിഹാരികൾ.